ഹലോ ഗെയ്സ്, നമ്മളെന്ത് ചെയ്യാൻ വേണ്ട GTA San Andreasന്റെ നമ്മൾ 6ാമത്തെ പാർട്ടായിട്ടാണ് കേട്ടോ ഗെയ്സ്. അപ്പോൾ ഗെയ്സ് ഇന്ന് വേറൊരു പണിയൊന്നും ഇല്ല ഗെയ്സ്, നമ്മളിന്ന് ചെറിയൊരു ചില്ല് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ ആദ്യം നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഗെയ്സ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കല്ലേ ഗെയ്സ്. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ചില്ല് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ നമുക്ക് സ്വീറ്റിന് എന്തായാലും വിളിക്കാം. സ്വീറ്റേ, നമുക്ക് സ്വീറ്റിൻ്റെ വീട്ടിൽ പോയിട്ട് വിളിക്കാം. സ്വീറ്റേ, എവിടെയാ സ്വീറ്റേ? സ്വീറ്റിനെ കാണാനില്ലേ? നമ്മൾ സിനിമയൊക്കെ കാണാമെന്ന് വിചാരിച്ചിരുന്നു. സ്വീറ്റേ എവിടെയാ? സ്വീറ്റേ എവിടെയാ? സ്വീറ്റ് ഇവിടെയൊന്നും ഇല്ലാതെ തോന്നുന്നു നമുക്ക് എന്തായാലും പോവാം നമുക്കെങ്കിലും സിനിമ കാണാം നമ്മുടെ ഫോൺ വിളിക്കണ സ്വീറ്റ് എന്താണെന്ന് ചോദിക്കാം. എന്താണ് സ്വീറ്റ്, നീ വീട്ടിലില്ല? ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ടും കൂടി ഞങ്ങൾ പെട്ടെന്ന് നിൽക്കണം, നീ പെട്ടെന്ന് വാ. കറങ്ങാൻ വന്നായിരുന്നു ഞങ്ങൾ, പെട്ടെന്ന് പെട്ടു ഞങ്ങൾ. അയ്യോ, എവിടെയാണ് സ്ഥലം? സ്റ്റേജിൻ്റെ അവിടെയാണ്, മറ്റേ സ്റ്റേജിൻ്റെ അവിടെ ഇല്ലേ അവിടെ. ഞാനൊരാളെ കൊന്നിട്ടുണ്ട്, നീ വേഗം വന്ന് കൊല്ലുവിനെയൊക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത് വലിയൊരു വർക്ക് പറഞ്ഞിരിക്കണേ, സ്വീറ്റ് പെട്ട് നിൽക്കണേ അവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ സെറ്റിങ്സ് ഒന്ന് മാറ്റിയതാണ് അപ്പോൾ നമുക്ക് വേഗം പോയ രാത്രിയാണ് കേട്ടോ സമയം. നിങ്ങൾ കാണണ്ടോന്ന് അറിയില്ലേ, രാവിലെ ആവുകൊണ്ട് കുഴപ്പമില്ല വലിയ പ്രശ്നമായല്ലോ ഇതിപ്പോൾ. നമ്മൾ വെറുതെ വലിയതായി അവനെ വെടിവെച്ചിപ്പോൾ കൊല്ലണേ കണ്ടോ സ്വീറ്റിൻ്റെ ലൈഫ് മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ മുകളിൽ. എൻ്റെ GTA San Andreas കാണേണ്ടവരെല്ലാം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പോൾ ഇഷ്ടമാണ് നമ്മളവൻ പറഞ്ഞാൽ ഇതാണ്ട് സ്റ്റേജ് അവിടെ എത്താനായിട്ട് നമുക്ക് ആദ്യം പോയി അവനൊക്കെ ഇടിച്ചിടണം കള്ളന്മാർ എവിടാ എൻ്റെ സ്വീറ്റിന് താടാ. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം എന്നിട്ട് വെടിവെച്ചിടാ ഇവനൊക്കെ. ഈ പോലീസ് അതിൻ്റെ ഇടയിൽ കൂടെ പോലീസ് പോറാ. ഞാനിവിടെ വേറെ പണി ചെയ്യുമ്പോഴാണ് അവൻ്റെ അമ്മയ്ക്ക് പ്രണവന മകൾക്ക് വീണവായണ വേഗം തോക്ക്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാവരും കില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ. മേലും കുറേ പേരുണ്ടാവും എനിക്കറിയില്ല നമ്മൾ ഇവിടുത്തെ എല്ലാവരും കില്ല് ചെയ്തിട്ടുണ്ട്. സ്വീറ്റിൻ്റെ ലൈഫിന് ഇപ്പോൾ കുറയുണ്ട് ഇല്ലല്ലോ. ഓക്കെ, സ്വീറ്റിൻ്റെ ലൈഫ് ഇപ്പോൾ കുറയില്ല. അത് ഒരാളും കൂടി ഉണ്ട് കള്ളൻ അവിടെ കയറി നിൽക്കണേ അതിൻ്റെ അടിയിൽ താഴെ ചത്തിട്ടില്ലേ നമ്മൾ വിചാരിച്ചു ചത്തുന്ന് നമുക്ക് വണ്ടി കയറി നിൽക്കാം എന്നിട്ട് നമുക്ക് റിവേഴ്സ് എടുത്ത് കൊല്ലാം സാധനം ചാവടാ സുഖമായിരുന്നു ചാവണേലേ ഒത്ര പക്ഷെ വണ്ടി കയറി ഇടിക്കുന്ന നോക്കി ചത്തു നമുക്ക് പിന്നെ തോക്കെടുക്കാം എന്തായാലും നമുക്ക് നല്ലതായിരിക്കും. തോക്കിന് ഉണ്ടെടുക്കാം പിന്നെ തോക്കൊന്നും എനിക്ക് വേണ്ട വീണ്ടും സ്വീറ്റ് നമ്മൾ വിളിച്ചു നമ്മൾ സ്വീറ്റ് വിളിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കൊന്നു പറഞ്ഞിട്ടുണ്ട് ഒരു കാർ എടുത്തിട്ട് ഇവിടെ നിൽക്കാൻ നമ്മുടെ അടുത്ത്. നമ്മുടെ കാറിൻ്റെ റൈഡറിൻ്റെ ഓക്കെ നമ്മളിവിടെ നിന്നിട്ടുണ്ട് അവിടെ സീറ്റ് ഇവിടെ നിന്ന് സീറ്റിന് കാണാനില്ലേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാം നമ്മൾ സ്വീറ്റിന് രക്ഷിച്ചിട്ട് വേഗം പറ സ്വീറ്റേ. താങ്ക്സ് നന്ദി, വളരെ നന്ദി. വേഗം കയറ്. ഇവര് കയറിയില്ലേ വേഗം കയറി നമുക്ക് ഇതെന്താ ഇവരിങ്ങനെ ഇങ്ങോട്ട് വാ ഇവരെന്താ ഇങ്ങനെ എങ്ങോട്ട് വേണത് ഇവര് ഇവര് വലിയ പണിയാണല്ലോ ഇത്. ഒന്ന് ഇങ്ങോട്ട് മാറാപ്പാ കയറി വണ്ടി കയറാൻ ഇങ്ങനെയും ഒന്ന് വണ്ടി കയറി അവരെന്നപ്പോൾ നമുക്ക് വേഗം വീട്ടിൽ പോയി രക്ഷപ്പെടാ. ശരി വേഗം വിട് നമ്മളല്ലേ ഇത് വേറെ പിന്നെ കൊല്ലാൻ പോണു
വണ്ടി പൊട്ടിത്തെറിച്ചാൽ അടിപൊളിയായിരിക്കും കേസ്, അല്ലെങ്കിലേ വണ്ടിയിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. വേഗം പോവേ നമ്മനെ ചൈസ് ചെയ്യണ്ട. അയ്യോ വേഗം പോവേ സീറ്റ് കാര്യമില്ലേ, നമ്മളവരെ വെടി വയ്ക്കണ്ട. അവൻ്റെ ടീമിനെ നമ്മൾ കൊന്നില്ലേ കേസ്. ഒറ്റക്ക വഴി വെട്ടി വന്നുകൊണ്ടാണ് കേസ് നമ്മൾ ഒറ്റക്ക വഴി വെട്ടി വന്നവനാണ്ടാമിട്ട് നമ്മൾ വന്നു കേസ്. ഗേസ് ഈ പച്ച സ്ഥലത്തേക്ക് നമ്മൾ നീങ്ങണം കേസ്. മാറവൻ്റെ വണ്ടിയെ കൊണ്ടിട്ട് എവിടെ കൊണ്ട് കേസ്. നമ്മുടെ സീറ്റിന് വണ്ടി പുകയും നല്ല അസലായി പുകയുണ്ട് കേസ്. നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ, ഞാനും വരില്ലേ. വെറുതെ ഒറ്റക്ക് പെടാൻ പോയില്ലേ നിങ്ങൾ. അത് സീറ്റ് ഞാൻ നീ ഉണ്ടായിരുന്നില്ല അപ്പോൾ, നീ എന്തോ പണിക്ക് പോയിരിക്കും, നീ എന്തോ വേറെ എവിടേക്കോ പോയിരിക്കുമായിരുന്നു. അതെ ഞാൻ പോയിരിക്കുമായിരുന്നു, നിങ്ങൾ വിളിച്ചു ചോദിക്കണ്ടേ, ഞാൻ ഫ്രീ ആയിരുന്നു അപ്പോൾ. സീറ്റ് എന്തോരം ടാങ്ക്സ് ഉണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ശരി സീറ്റേ, ശരി സീറ്റ്, ശരി ബൈ. പിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ടാണേ, അപ്പോൾ ശരി കേട്ടോ. ഗേസ് നമുക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല ഗേസ്, നമ്മൾ അനാഥനാണ് ഗേസ്. അപ്പോൾ നമ്മുടെ റൈഡറൊന്നും നമ്മളെന്തായാലും വിളിച്ചിട്ടുണ്ട് ഗേസ്. നമ്മുടെ സിംഗിൾ പസങ്ങളുടെ ഇവിടെ നമുക്ക് നടക്കാം ഗേസ്. ഇവനൊന്നും ശരിയല്ല ഗേസ്. അപ്പോൾ നമുക്ക് റൈഡറിൻ്റെ ഒപ്പം പോവാം ഗേസ്. റൈഡർ നമ്മളെ വിളിച്ചിട്ട് ഒരു മിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗേസ്. ഓ ഗേസ് നമ്മൾ റൈഡർ പറഞ്ഞിട്ട് 12 മണിക്ക് അവിടേക്ക് വരാം ഗേസ്. സീറ്റ് ഗേസ് വീണ്ടും സീറ്റ് വിളിക്കണോ, എന്താണ്ടാ സീറ്റേ? സീറ്റ് ഒന്ന് വാ, അങ്ങോട്ട് വാ ഗേസ്. ഇതെന്താ ഗേസ്? ഓ ഗേസ് നമ്മുടെ അനിയത്തി വന്നിട്ട് ഗേസ് നമ്മുടെ വീട്ടിക്ക്. ഗേസ് കണ്ടോ, നമ്മുടെ അനിയത്തി കണ്ടോ, ചണ്ടയാണല്ലോ ഗേസ്. I just know how they feel about you. And look at you. You're just like a hooker. Oh, and I guess you two would know what a hooker look like, huh? You say it like it's a bad thing. Shut up, Carl. I'm just trying to protect you. For what? So I can date one of your mindless friends? I don't think so. Don't say a word, Carl. Just follow your sister before you see another dead sibling. Then you know exactly what my problem is. She's meeting him at some cholo car club. ഗേസ് നമ്മുടെ അനിയത്തി വന്നത് ഒരേ ചണ്ട ഉണ്ടാക്കലാണ് കേസ്. എനിക്ക് ഇഷ്ടമല്ല കേസ് ഇവനൊന്നും. ഇത് വലിയ പ്രശ്നമാണ് കേസ്. ഇത് വല്ലാത്ത പണിയായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നമാണ് കേസ്. എന്തോ ഗേൾ ഫ്രണ്ട് എന്താന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് അത് വരുന്നത് കേസ്. അപ്പം നമ്മുടെ അടുത്ത് ആ പച്ച സ്ഥലത്തേക്ക് ഒന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട് കേസ്. നമ്മുടെ സീറ്റിൻ്റെ വണ്ടി എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേസ്. അപ്പം നമുക്ക് അങ്ങനെ പോയേസ് നമുക്കും ഇതേപോലത്തെ ഒരു വണ്ടി വേണ്ട കേസ് അവിടേക്കും പോകാൻ കേസ്. പിന്നെ CJൻ്റെ മസിൽ CJ ആക്കണം നിങ്ങൾ ഉറപ്പായി കമൻറ്റ് ചെയ്യണം കേസ്. ഞാൻ മസിൽ CJ ആക്കണ്ടാകും കേസ്. പേസ് എന്നിട്ട് നമ്മുടെ ടാസ്ക് പറഞ്ഞാൽ ഈ വണ്ടി ഇടിക്കാണ്ട് കൊണ്ടുപോകണം കേസ്. അതാണ് കേസ് നമ്മൾ ഇന്നത്തെ ടാസ്ക് കേസ്. അതുകൊണ്ട് സീറ്റ് പറഞ്ഞിരിക്കുകയാണ് കേസ്, ഒന്ന് ഇടിക്കാണ്ട് പപ്പടം വരുവാക്കാണ്ട് ഈ വണ്ടി ഒന്ന് കൊണ്ടുവരുമെന്ന് കണ്ടോ കേസ്. ഇവിടെയാണ് കേസ് മറ്റേ യുദ്ധം നടന്ന കേസ്. എന്താ അത് വലിയ പണിയായിരുന്നു കേസ്. ഞാനൊരു പ്രാവശ്യം മരിച്ചു കേസ്, എന്നിട്ട് വീണ്ടും വന്നു കേസ്. അതാണ് ഇതാ കേസ്, ആ സ്ഥലത്താണ് കേസ് പോയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ അനിയത്തിൻ്റെ ഭർത്താവിനെ കാണിച്ചു തരാം കേസ്. ഓ ഇതാണ്ടോ അനിയത്തിൻ്റെ ഭർത്താവ്. ഓ സോറി കേസ്, ഇതല്ലേ കേസ് അനിയത്തിൻ്റെ ഭർത്താവ്. ഇത് മറ്റേ നമ്മുടെ അടുത്ത് വണ്ടി എന്തോ തരാൻ, ഇത് അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയാണ്, പക്ഷെ ഇവനെ കൊണ്ടുവന്നു കേസ്. അവനെ ഫ്രീ ഇല്ല അത്രേ. അപ്പം നമ്മൾ ഇതുകൊണ്ട് നമ്മളൊരു പാർട്ടിക്ക് പോകാനാണ് കേസ് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ അനിയത്തിൻ്റെ അവിടെ നിന്ന് തോൽപ്പിക്കണം കേസ്. അനിയത്തിൻ്റെ ഭർത്താവിനെ തോൽപ്പിക്കണം കേസ്. അതാണ് സംഭവം കേസ്. കണ്ടോ കേസ്, ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത കേസ്. ഇങ്ങനെ ആക്കുക കേസ്. നമുക്കിന്ന് നമ്മുടെ ഇന്ന് അവനെ തോൽപ്പിക്കണം കേസ്. അതാണ് കേസ് എൻ്റെ ആഗ്രഹം കേസ്. എന്നിട്ട് ഞാൻ ഈ വണ്ടി എടുക്കും കേസ്. നെസ്കനെ വണ്ടി നല്ല രസമുണ്ട് കേസ്. ഓട്ടോറിക്ഷ നമ്മുടെ ഓട്ടോറിക്ഷേൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം കേസ്. കണ്ട കേസ് ഒരു ഓട്ടോറിക്ഷൻ്റെ സൗണ്ട് കേസ് ഇതിനെ. എനിക്ക് അതാണ് കേസ് സാധനം തോന്നിയത്. സ്വീറ്റിൻ്റെ വണ്ടി ഉള്ളിലിട്ടാ കേസ് നമുക്ക്.
ആദ്യം കേസ് നമുക്ക് ഈ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യേണ്ട കേസ്, എന്നാലും നമുക്കെൻ്റെ അനിയത്തിൻ്റെ ഭർത്താവിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുള്ളൂ കേസ്. പെട്ടെന്ന് കയറി. ഓക്കെ കേസ്, നമുക്കിതിൽ മോഡിഫൈ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക കേസ്? അപ്പോൾ കേസ് നമ്മുടെ വണ്ടി തികപ്പം വണ്ടിയൊക്കെ ഉണ്ട് കേസ്. കണ്ടോ കേസ്, ഇതാണ് നമ്മളുടെ പുതിയ വണ്ടി കേസ്. ഇതന്നെ എൻ്റെ വണ്ടി വെക്കാൻ എനിക്കൊരു മോഹമുണ്ട് കേസ്. അത് തരുമോയെന്ന് അറിയില്ല കേസ്. കണ്ടോ കേസ്, ഫയർ വണ്ടി കേസ്. പുഷ്പ എന്നത് ഫയറിലടാ, പുഷ്പ എന്നത് ഫ്ലവറിലുള്ള ഫയറാണ്ടാ പറഞ്ഞിട്ട് വണ്ടി കേസ്. കേസ് നമ്മളെല്ലാവരുടെയും ഇടിച്ചു കേസ് ഈ വണ്ടി. പക്ഷേ കുഴപ്പമില്ല കേസ്, നമുക്ക് പോവാം കേസ്. ആ പച്ച സ്ഥലത്തേക്കാണ് കേസ് നമ്മുടെ അടുത്ത് പോകാൻ പറ്റുന്നത്. നല്ല ഇഷ്ടപ്പെട്ടു കേസ് എനിക്ക് ഈ വണ്ടി. പ്രത്യേക ഒരു സൗണ്ട് കേസ്, പിന്നെ കാര്യത്തിന് മൊത്തത്തിലെ ഒരു സൂപ്പർ കേസ്. അയ്യോ, പക്ഷേ ഈ വണ്ടി കേടാവൽ മാത്രം എനിക്ക് ഇഷ്ടമല്ല കേസ്. എല്ലാവരും ഇടിക്കുക, എല്ലാവരും ഇടിക്കുക കേസ്. അവിടെ പോകുമ്പോഴേക്കും പപ്പടം ഓട്ടെ വണ്ടി. എന്താ കേസ് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയാൽ ഇടിക്കും കേസ്. അവർക്ക് നമ്മളെ ഇടിക്കാൻ വേണ്ടി കാത്തുനിന്നാണ് തോന്നുന്നു കേസ്. നമ്മളുടെ വണ്ടി മാത്രം ഇങ്ങനെ പപ്പടം പരിവായി കേസ്. കേസ് ആ കോമ്പറ്റീഷന് വന്നവരൊക്കെ സൂപ്പർ വണ്ടി കൊണ്ട് വരും കേസ്. നമ്മൾ മാത്രം പപ്പടം പരിവായ പോലത്തെ വണ്ടി കേസ്. കേസ് കുഴപ്പമില്ല, നമുക്കിവിടെ നിന്ന് സ്പ്രേ ചെയ്യാം കേസ്. പോയിട്ട് വണ്ടി വർക്ക്ഷോപ്പിന് കൊടുക്കട്ടെ. ഇതാ എന്നിട്ട് നമുക്ക് ഇടിക്കാണ്ട് കൊണ്ടുപോകാം കേസ്. ഇടിക്കാണ്ട് കൊണ്ടുപോയി ഓക്കെ. റെക്കോർഡിന് ഞാൻ ഈ സൈഡിൽ ആക്കട്ടെ കേസ്, അല്ലെങ്കിൽ ഞാൻ തിരിക്കുമ്പോൾ റെക്കോർഡിലാണ് ഈ സമയത്തിൻ്റെ പോലീസാണ്. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ പോലീസ് കേസ്. എന്ത് കഷ്ടമാണ് കേസ് ഇത്. ഓക്കെ കേസ്, നമ്മുടെ സ്റ്റാർ കുറയുമല്ലേ കേസ്. നമ്മൾ കളറ് മാറ്റി ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ പോയാൽ സ്റ്റാർ കുറയും കേസ്. ഓക്കെ, നമുക്ക് വണ്ടി മെല്ലെ. അയ്യോ സൂപ്പർ കേസ്, സൂപ്പറൊന്നല്ലേ കേസ്. ഇതേതോ പെട്ടിയാട്രസ് വണ്ടിയാണ് കേസ്. നമ്മൾ വണ്ടി അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് കേസ്. വണ്ടി അടിപൊളിയുണ്ട് കേസ്. നമുക്ക് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും കേസ്. ഈ ഒരു മെഷീനും കൂടി കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ നിർത്തും കേസ്. ഇപ്പം തന്നെ 12 മിനിറ്റായി കേസ്. പോട്ടെ കേസ്, നേരെ പോട്ടെ കേസ്. നല്ല രസമുണ്ട് കേസ് ഈ വണ്ടി ഓടിക്കാൻ കേസ്. അപ്പോൾ നമുക്ക് ഈ മെഷീനും കൂടി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യാം. അപ്പോൾ ഗേസ് ഇതാ നമ്മുടെ അനിയത്തിൻ്റെ ഭർത്താവൊക്കെ ഇതാ കാണിച്ചില്ല കേട്ടോ. ഞാൻ അനിയത്തിൻ്റെ ഭർത്താവിന് ഇതാ കണ്ട കേസ്. ഇതാ അനിയത്തി ഉണ്ടോ നോക്കട്ടെ കേസ് ആദ്യം. ഓ കേസ് ഇപ്പോഴും ഇല്ല സ്മാക്സ് അതെന്താ കേസ് എനിക്കത് മനസ്സിലായില്ല. നമുക്കെന്താ ഇത് മിനി ദിസ് അതൊന്നും എനിക്കറിയില്ല. ഓക്കെ, നമ്മുടെ ഡീലർഷിപ്പ് തുടങ്ങി കേസ്. കാരണം ഇതിൽ നമ്മൾ ജയിച്ചാൽ ഞാൻ 60 റുപ്യ കൊടുക്കും. ഇതിൽ ഞാൻ ജയിച്ചാൽ എത്ര പൈസ കൊടുക്കും കേസ്. ഇതാത്ത കേസ് ഒരു പെണ്ണ് കേസ് വന്ന് നമ്മുടെ വണ്ടി കയറി കേസ്. സാറിൻ്റെ തന്നെ പറഞ്ഞ് ചോദിച്ചിട്ട് വണ്ടി കയറിയത് കേസ്. അപ്പം നമ്മൾ ഈ വണ്ടി ഡാൻസ് കളിക്കുക കേസ്. ഈ വണ്ടി ഡാൻസ് കളിക്കുന്ന വണ്ടി കേസ്. നമുക്ക് സൗണ്ടൊന്നും കൂട്ടാം കേസ്. സൗണ്ടൊന്നും കൂട്ടി കാണിച്ചുതരാം. കേസ് നമ്മുടെ വണ്ടി അടിപൊളിയായിട്ട് കേസ്. അയ്യോ ബാഡാ. നമ്മളിത് തോറ്റ നമ്മുടെ പൈസ പോവും കേസ്. മറ്റു പെണ്ണ് അടിച്ചു നിന്നു കേസ് വണ്ടീന് മുകളിൽ. വീണ മൂക്കും കൈയൊക്കെ പൊട്ടിയാണ്. എന്നെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. മര്യാദയ്ക്ക് എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കേസ്. ഓരോരുത്തരും എൻ്റെ വണ്ടി കയറിക്കുന്നുണ്ട് കേസ്. പൊട്ടിയ ഡ്രസ് ചെയ്യാം കേസ്. നമ്മൾ നല്ല പ്രോ പോലെ ചെയ്യേണ്ട കേസ്. നമ്മൾ മറ്റേ സ്റ്റീൽ ചെയ്തില്ലേ ഒരു DJ വണ്ടി, അതിൽ തന്നെയായിരുന്നു കേസ്. നൈസ് മമ്പളം. ഓക്കെ, നമ്മുടെ വണ്ടി തീ വണ്ടി കേസ്. ശരിക്കും തീ വണ്ടി കേസ്. ഈ വണ്ടിയാണ് കേസ് നമ്മുടെ ഒഫീഷ്യൽ വണ്ടി കേസ്. ഒഫീഷ്യലൊന്നും കേസ്, ഞാൻ വെറുതെ ഈ വണ്ടി വയ്ക്കും കേസ്. കേസ് അവിടെ വീഴണ കേസ്. അപ്പം ഓക്കെ നൈസ്. ഗ്രേറ്റ്. കഴിഞ്ഞ കേസ് പെർഫെക്റ്റാണ് നമ്മളുടെ. കഴിഞ്ഞ കേസ് നമ്മളുടെ പെർഫെക്റ്റ് ആണ് കേട്ടോ.
സീജ നീ നന്നായി വണ്ടി ഓടിക്കണ്ടാ, നീ സെറ്റാണ്ടാ. പൈസ ഞാൻ എന്തായാലും ഇപ്പം തരാം. ഗേസ് അന്ത ബൈവർ കേസ് നമ്മൾ തോറ്റ ചതിത്തറിവില്ലേ ഇതാ ഗേസ് നമ്മുടെ അനിയത്തി ഗേസ്. സീജ താങ്ക്സ് എൻ്റെ അഭിമാനം കൊണ്ടാക്കിയ താങ്ക്സ് സീജ. അതൊക്കെ നന്ദി. ഇതാണ് നിൻ്റെ ഭർത്താവ്? അതെ എൻ്റെ ഭർത്താവ്. ഗേസ് ഇവിടെ ചെറിയൊരു അടിയാണല്ലോ ഗേസ് അങ്ങനെ നമ്മളുടെ വണ്ടി നമുക്ക് കിട്ടിയിട്ട് ഗേസ് പുതിയൊരു വണ്ടി ഗേസ്. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുക ഗേസ്. സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗേസ്. വണ്ടി നമുക്ക് ഇടിക്കാണ്ട് ഇനി കൊണ്ടുപോകണം ഗേസ്. അതാണ് ഇനി ടാർഗറ്റ്. കണ്ടോ ഗേസ് ഇവിടെ ഇതേപോലത്തെ വണ്ടികൾ കുറേ ഉണ്ടായിരുന്നു ഗേസ്. കണ്ടോ സെറ്റ് ഗേസ്. നമുക്കിനി വണ്ടി പൈസ ലാഭമായി ഗേസ് നമ്മുടെ. കാരണം ഗേസ് നമ്മൾ വണ്ടി മേടിക്കാൻ വിചാരിച്ചായിരുന്നു ഗേസ്. ഇപ്പം ലാഭമായി ഗേസ്. നമുക്കിനി ഒരു ബൈക്ക് മേടിക്കണം ഗേസ്. സെറ്റ് ബൈക്ക് ഗേസ്. ഫ്രണ്ടൊക്കെ പൊക്കിയിട്ട് നമുക്ക് പോവാം ഗേസ്. അങ്ങനത്തെ ഒരു ബൈക്കും കൂടി ഇനി മേടിക്കണം ഗേസ്. അപ്പം നമുക്ക് എന്തായാലും ഈ ഓട്ടോറിക്ഷ സെറ്റായി ഓടിക്കണം ഗേസ് നമ്മളിത്. നമുക്ക് ഈ ഓട്ടോറിക്ഷ എന്തായാലും അവിടെ കൊണ്ട് കൊടുക്കുക ഗേസ്. ഇവർ ശരിയല്ലേ ഗേസ്? കണ്ടോ എല്ലാം പൊടിക്കണേ ഗേസ്. ഓക്കെ ഇതാ ഓക്കെ ഇതാ ഇവിടെ നമ്മുടെ വീടെത്താനായിട്ട് ഗേസ്. കണ്ടേ നമ്മൾ ഇടിച്ചില്ല ഗേസ് ഇതുവരെയായിട്ട്. സ്വീറ്റിൻ്റെ കാർ നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗേസ്. ഇതാക്കി കണ്ടോ സ്വീറ്റിൻ്റെ കാർ അവിടെ വെച്ചിരിക്കുന്നില്ല ഗേസ്. അതെ വെച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഗ്യാരേജിൽ വെക്കുക ഗേസ്. നമ്മുടെ ഗ്യാരേജിൽ ആദ്യത്തെ വണ്ടി ഗേസ്. സെറ്റ് അവിടെ ഇരുന്നോട്ടെ ഗേസ്. ഇറങ്ങട്ടെ സീജെ. അപ്പം ഗേസ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്താൻ പോകണം ഗേസ്. അപ്പോൾ ആരും ഫോൺ വിളിക്കുന്നു കട്ടയറാ. അപ്പോൾ ഗേസ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്താൻ പോകണം ഗേസ്. അപ്പോൾ നമുക്ക് CV കൊണ്ടൊരു പുതിയൊരു മെഷീൻ വന്നിട്ടുണ്ട് ഗേസ്. അപ്പോൾ നമുക്ക് അതാദ്യം ചെയ്യുക ഗേസ്. പിന്നെ നമുക്ക് ഈ വീഡിയോ ചെറിയൊരു വീഡിയോ കൂടി ചെയ്യാം. ഇതാണ് നമ്മുടെ വീഡിയോ ഗേസ്. ഹോം ടൂർ ഗേസ് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗേസ്. നമുക്കിവിടെ ഗെയിമൊക്കെ കളിക്കാം കേട്ടോ ഗേസ്. കാണിച്ചു തരാം ഗേസ്. നമുക്കിവിടെ ഗെയിം കളിക്കാം ഗേസ്. പ്ലേ കണ്ടോ പ്ലേ ഗേസ്. ഓക്കെ പ്ലേ ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യണം ഗേസ്. കണ്ടോ ഗേസ് നമുക്ക് ഗെയിമൊക്കെ കളിക്കാം ഗേസ്. ഇവിടെ കണ്ടോ ഗേസ് റോക്കറ്റിൻ്റെ ഗെയിമൊക്കെ കളിക്കുക. സെറ്റാണ് ഗേസ്. ഞാൻ പവറാക്കും ഗേസ്. അപ്പോൾ നമുക്ക് പിന്നെ അവിടെ ചായയൊക്കെ വെച്ചിട്ടുണ്ട് ഗേസ്. ആയിരിക്കാന്നറിയില്ല ഗേസ്. കണ്ടോ ഇതാണ് എൻ്റെ കുഞ്ഞടുക്കള ഗേസ്. പിന്നെ ഇവിടെ ഗെയിം സേവ് ചെയ്യേണ്ട ഒരു പെട്ടി ഗേസ്. പിന്നെ ഇവിടെ ഇരുന്ന് TV കാണാൻ നമ്മുടെ അമ്മേൻ്റെ ഫോട്ടോസ്. നമ്മുടെ അമ്മേൻ്റെ ഫോട്ടോസ്. തോക്കൊക്കെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ മാറ്റി വയ്ക്കും ഗേസ് കയ്യിൽ നിന്ന്. പിന്നെ മുകളിലത്തെ റൂം ഇതാണ് ഗേസ്. ഈ വാതിൽ തുറക്കാൻ പറ്റില്ല ഗേസ്. അത് സ്റ്റോർ റൂമാണ്. എങ്ങനെയോ പൂട്ടി വെച്ചാണ് ഗേസ് ഞാൻ. പിന്നെ ഗേസ് ഇത് നമ്മുടെ ബെഡ്റൂം ഗേസ്. നമുക്ക് ക്യാമറയൊക്കെ ഇത് അവിടെ നിന്ന് കിട്ടും കേട്ടോ ഗേസ്. സ്പ്രേ കുപ്പി ഗേസ്. പിന്നെ കുറേ സാധനങ്ങൾ അങ്ങനെ കിട്ടും ഗേസ്. നമുക്ക് ഈ ബെഡിൻ്റെ മുകളിൽ കിടക്കാം ഗേസ്. ഞാൻ ഇപ്പോൾ ഉറങ്ങണില്ല ഗേസ്. അപ്പോൾ നമുക്ക് കണ്ടോ ഡ്രസ്സിങ് റൂം ഗേസ്. അപ്പോൾ ഗേസ് ഞാനിന്ന് ഉറങ്ങാൻ പോകണം ഗേസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗേസ്. കണ്ടോ ഗേസ് നമുക്ക് നമ്മളുടെ ഒരു ഫോട്ടോ ഒന്ന് എടുക്കാം ഗേസ്. ഫോട്ടോ എടുത്തോ? സ്മൈൽ പ്ലീസ് ഗേസ്. അപ്പോൾ എല്ലാവർക്കും